ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ അമരവളയിൽ ആനക്കുന്ന് പള്ളിക്ക് അടുത്തുള്ള ഒരു അക്വേറിയത്തിലാണ് പോയത്. അപ്പോഴത്തേക്ക് അവിടെയുള്ള വീഡിയോ ആണ് ഇന്നത്തെ ഇതിൽ നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ അക്വേറിയം, ഗോൾഡൻ അക്വേറിയം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ പലതരത്തിലുള്ള മീനുകളും ഉണ്ട്. അത് മാത്രമല്ല പെറ്റ്സിനൊക്കെ കൊടുക്കാനുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള മീനുകളുണ്ട്. 5 രൂപ മുതൽ 4 ലക്ഷം രൂപ വില വരുന്നത് വരെ ഉള്ള മീനുകളുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മളിതേ കാണുന്നത് ലോബ്സ്റ്ററാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറത്ത് നല്ല കട്ടിയുള്ള തോടുണ്ട്. അപ്പോൾ ഒരു സമയമാകുമ്പോൾ അതങ്ങ് പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ അവ ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അത് എവിടെയെങ്കിലും ഒളിച്ചിരിക്കും, ഇല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഉള്ളവർ തന്നെ ഇതുപോലെ പിടിച്ച് അതിനെ തിന്നും. അപ്പം പിന്നെ അത് ചത്തുപോകുമല്ലോ. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ അത് തന്നെ എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കും. എന്നിട്ട് ഒരു ദിവസം കൊണ്ട് തന്നെ അതിന് തിരിച്ച് അതുപോലെ തന്നെ ആ തോട് തിരിച്ച് വരും. അപ്പോൾ എന്നിട്ടാണ് വീണ്ടും ഇതുപോലെ തന്നെ അത് പുറത്തിറങ്ങുന്നത്. അപ്പോൾ ഇത് എനിക്ക് അവിടെ നിന്നവർ പറഞ്ഞു തന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ എല്ലാ മീനിൻ്റെ പേരുകൾ ഞാൻ ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അതെനിക്ക് അറിയാമായിരുന്നില്ല, അവിടെ പോയപ്പോൾ അവർ പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഞാൻ ഓരോ മീനിൻ്റെ പേരുകൾ ഇതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട്. നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള മീനുകൾ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും കേട്ടോ. എനിക്ക് എന്തായാലും എല്ലാം ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ മീനിൻ്റെ പേരാണ് പാണ്ടാമോളി. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഒരു ബ്ലാക്ക് കളറും യെല്ലോ കളറും ചേർന്ന നല്ല ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു മീനുകളാണ് കേട്ടോ. അപ്പം എനിക്ക് ഈ മീനും നല്ല ഇഷ്ടമായി. എനിക്ക് എല്ലാ മീനും നല്ല ഇഷ്ടമായി കേട്ടോ. കാര്യം എല്ലാം നല്ല ഭംഗിയുണ്ട്, നല്ല വെറൈറ്റി ആയിട്ടുണ്ട്. എനിക്ക് പൊതുവേ മീനുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണുമ്പോൾ അറിയാൻ പറ്റും. ഞാനൊരു റെസ്റ്റോറൻറ്റ് വീഡിയോയിൽ അവിടുത്തെ അക്വേറിയത്തിൽ മീനിനെ ഇങ്ങനെ ഗ്ലാസിൻ്റെ പുറത്തൂടെ തൊട്ട് കളപ്പിക്കുന്ന വീഡിയോയിൽ. അപ്പോൾ ഈ മീനിൻ്റെ പേരാണ് കാലിക്കോ ഗോൾഡ്. ഇത് ഗോൾഡ് ഫിഷിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. അപ്പോൾ കാലിക്കോ ഗോൾഡിൻ്റെ തന്നെ 2-3 വീഡിയോ ഇതിനകത്തുണ്ട് കേട്ടോ.
ഇതാണ് പാരറ്റ് ഫിഷ്. ഇതിലും പല കളറുണ്ട് കേട്ടോ. മഞ്ഞ കളറും റെഡ് കളറ്, ഓറഞ്ച് കളറ്, വൈറ്റ്, ബ്ലാക്ക്, അങ്ങനെ കുറേ കളറുണ്ട് കേട്ടോ. ഈ കാണുന്ന വലിയ മീനിൻ്റെ പേരാണ് ഓസ്കാർ. നമ്മൾ നേരത്തെ കണ്ടല്ലോ ഒരെണ്ണം, അത് സെയിം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ പുറകെ കണ്ടോ ഒരു പാമ്പിനെ കണക്ക് ഇങ്ങനെ നീങ്ങുന്ന ഒരു മീനിനെ കണ്ടോ, അതിൻ്റെ പേരാണ് ക്യാറ്റ് ഫിഷ്. ഇത് ഈ കാണുന്ന കുഞ്ഞു മീനിൻ്റെ പേരാണ് മോർഫ്. അത് പല കളറും ഉണ്ട്, പക്ഷെ നല്ല കുഞ്ഞു മീനാണ് കേട്ടോ. മുഷി മീനിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം. ഇത് ഈ കാണുന്നതാണ് മുഷി മീൻ. ഇത് ഈ കാണുന്ന മീനാണ് അരാപ്പൈമ. ഇതിനകത്ത് 3 മീനുണ്ട് കേട്ടോ, 3 ടൈപ്പ് മീൻ. അരാപ്പൈമയും ഈ കാണുന്നത് പിരാനയും, പിന്നെ ഒരു മീൻ കൂടെ ഉണ്ട് ഷാർക്ക്. ഇതേ കാണുന്നത് ഞാനിപ്പോൾ കാണിച്ചിട്ട് ഇതാണ് ഷാർക്ക്. ഇവിടെ അരാപ്പൈമ 200 കിലോ വെയിറ്റ് ഉള്ള ഒരു മീനുണ്ട് കേട്ടോ. പക്ഷേ അതിൻ്റെ വീഡിയോ എനിക്ക് നേരെ എടുക്കാൻ പറ്റില്ല, കാര്യം അവിടെ വെളിച്ചമില്ല. അതിനകത്തായാലും വെള്ളമായാലും കലം കിടക്കുകയാണ്. അതിനകത്ത് അതിന് ട്യൂബ് ലൈറ്റൊക്കെ ഒത്തിരി വട്ടം ഇട്ട് കൊടുത്തിട്ടുണ്ട്, പക്ഷേ അതെല്ലാം അത് അടിച്ചു പൊട്ടിച്ചു എന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അത് വീഡിയോ എടുക്കാൻ ഒട്ടും പറ്റിയില്ല, അത്രയും മാത്രം ഇരുണ്ട് കിടക്കുമായിരുന്നു. നല്ല വലിപ്പമുണ്ട് കേട്ടോ. അതിങ്ങനെ മൂവ് ചെയ്ത് അടുത്തടുത്ത് വന്നപ്പോഴാണ് നല്ല വലിപ്പമുണ്ടെന്ന് ഞങ്ങൾ തന്നെ കണ്ടത്. അത് വീഡിയോ എടുത്തിട്ട് വീഡിയോയ്ക്കകത്ത് ഒട്ടും കിട്ടുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ആ മീനാണ് 4 ലക്ഷത്തിൻ്റെ മീൻ. ആ 200 കിലോ വെയിറ്റുള്ള അരാപ്പൈമയുടെ കാര്യം ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇവരുടെ ഒരു കുഞ്ഞു യൂട്യൂബ് ചാനൽ അവർക്കുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് അവർ ഇട്ടിട്ടുണ്ട്, ഫീഡ് ചെയ്യുന്ന വീഡിയോ ആയാലും ആ അരാപ്പൈമയുടെ വീഡിയോ ആയാലും. അപ്പോൾ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്തേക്കാം കേട്ടോ. അവരുടെ യൂട്യൂബ് ചാനൽ ലിങ്ക് ഷെയർ ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ അവരുടെ യൂട്യൂബ് ചാനലും കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഫിഷിംഗ് വേൾഡ് എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്. അപ്പോൾ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. നല്ല നല്ല വീഡിയോസ് അവരുടെ ചാനലിൽ നിന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പം ഇത് അരാപ്പൈമയാണ്. ഇത് നേരത്തെ ഉണ്ടായിരുന്നത് ചത്തുപോയതാണ്. അത് അവരിങ്ങനെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കാർപ്പിൻ്റെ വലിയ മീനുണ്ടെന്ന്. ഇതാണ് കാർപ്പിൻ്റെ വലുത്. ഇത് അവരുടെ വീട്ടിനകത്ത് കിടന്നതാണ് കേട്ടോ. അപ്പോൾ ആ വീടിനകത്ത് ഉണ്ടായിരുന്ന ഒരു ടാങ്കിൽ നിന്ന് ഞങ്ങൾ വീഡിയോ എടുത്തതാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് കടയുടെ പുറകു വശത്തുള്ള ടാങ്കാണ് കേട്ടോ. അതിനകത്ത് കിടക്കുന്ന ഈ മീനിൻ്റെ പേരാണ് കോയി കാർപ്പ്. ഈ മീനുകളുടെ പേരാണ് ബ്ലാക്ക് മോളി, വൈറ്റ് മോളി, ഓറഞ്ച് മോളി. ഇത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, സക്കറാണ്. എല്ലാ മീനുകളുടെ അകത്തുകൊണ്ട് കുഞ്ഞ് സക്കർ ഇട്ട് കൊടുത്തിട്ട് വലുത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തുള്ള അഴുക്കൊക്കെ തിന്നാൻ വേണ്ടിയിട്ടാണ് ഇതിന് ഇട്ട് കൊടുക്കുന്നത്. MST തിലാപ്പിയ എന്നാണ്. ഇത് ഓസ്കാറാണ്, റെഡ് കളർ ഓസ്കാറാണ്. നമ്മൾ നേരത്തെ അവിടെ കണ്ടതുപോലെ തന്നെ റെഡ് കളറാണെന്ന് മാത്രമേ ഉള്ളൂ. ഞാനിടയ്ക്കൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മീൻ ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഈ മൂവ് ചെയ്യുന്നതൊക്കെ ഷാർക്കാണ്. അത് സൈഡിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നത് സക്കറാണ് കേട്ടോ. പിന്നെ ഇത് ഇവിടുത്തെ ആൻറ്റി ഏതോ ഒരു മീൻ വേണമെന്ന് പറഞ്ഞപ്പോൾ അത് ഇങ്ങനെ പാക്ക് ചെയ്യാൻ പോവുകയാണ്, അത് എടുത്തിട്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഇവിടെ മീൻ മാത്രമല്ല, അതിനാവശ്യത്തിനുള്ള ഫിഷ് നെറ്റ് ആയാലും പിന്നെ നമ്മൾ ഫിഷ് ടാങ്കിൽ വെച്ച് കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ ഇല്ലേ, അതെല്ലാം ഇവിടെ കിട്ടും കേട്ടോ. ആ മോട്ടർ, ആ സംഭവങ്ങൾ, എനിക്കതിൻ്റെ പേരൊന്നും അറിയത്തില്ല, അതാണ് ഞാനിങ്ങനെ പറയുന്നത്. പിന്നെ അതിനകത്ത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായാലും നമ്മൾ വെച്ച് കൊടുക്കുന്ന ഈ ചെടികളെ പോലെയുള്ളതായാലും പിന്നെ സ്റ്റോൺസ് ആയാലും എല്ലാം ഇവിടെ കിട്ടും. ഞാൻ അതെല്ലാം ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ പെറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഫുഡുണ്ടല്ലോ, ഡോഗിന് വേണ്ടിയിട്ടുള്ള ഫുഡായാലും അതുപോലെ തന്നെ പല ടൈപ്പ് മീനുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡായാലും എല്ലാം ഇവിടെ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ ഒരു സ്ലൈഡിനകത്ത് എഴുതി കൊടുത്തിട്ടുണ്ട്. പേരും ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡിയും എല്ലാം എഴുതി കൊടുത്തിട്ടുണ്ട്. ഹോൾസെയിലായിട്ട് റീറ്റെയിലായിട്ടും എല്ലാം ഇവിടുത്തെ മീൻ കിട്ടുന്നതാണ്. അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക അവരെ. നമ്മൾ പുറത്ത് നിന്ന് നോക്കുമ്പോൾ ജസ്റ്റ് കടയുടെ വ്യൂ ഇങ്ങനെയാണ് കേട്ടോ. ഇപ്പം മീൻ ഇടാനുള്ള ബൗളുകളായാലും ഇവിടെ നിന്ന് കിട്ടും കേട്ടോ. ഇതാണ് കടയുടെ ഡീറ്റെയിൽസ്. അപ്പം ഇത് നോക്കി നിങ്ങൾ അവരെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ പെറ്റ്സിനൊക്കെ ഇഷ്ടമുള്ളവരായാലും ഫിഷിനൊക്കെ ഇഷ്ടമുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിനടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പം ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.